കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഏപ്രിൽ 28-ന് നോർത്ത് ഈസ്റ്റ് നൈജീരിയയിൽ ബോർണോ സ്റ്റേറ്റിൽ ചിക്ബോക് കൗണ്ടിയിലെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ക്യാപ്പിൾ വില്ലേജിൽ ജമാഅത്ത് അല്ലീസ് സുന്ന ലിദ്വാവത്തി വാൾ ജിഹാദ് എന്നറിയപ്പെടുന്ന ബോക്കോ ഹറാം ഇസ്ലാമിക് തീവ്രവാദ സംഘടന കടുത്ത ഭീകരാക്രമണം നടത്തി. ആക്രമണത്തിൽ 7 ക്രൈസ്തവർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രദേശവാസിയായ ജെയിംസ് മൂസയാണ് സംഭവം ക്രിസ്ത്യൻ ഡെയിലി ഇന്റർനാഷണൽ മോർണിംഗ് സ്റ്റാർ ന്യൂസിനെ അറിയിച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരം 5-നാണ് തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ദേവാലയവും അനുബന്ധ കെട്ടിടങ്ങളും ഗ്രാമവാസികളുടെ ഭവനങ്ങളും തീയിടുകയും നശിപ്പിക്കുകയും ചെയ്തു. ഈ ഭീകരവാദം അവസാനിക്കുവാൻ ദൈവത്തിന്റെ ഇടപെടലിനായി പ്രാർത്ഥിക്കണമെന്ന് ജെയിംസ് മൂസ പറഞ്ഞു. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്ന് ചിക്ബോക് പ്രാദേശിക ഗവൺമെന്റ് സമിതി ചെയർമാനായ മോഡു മുസ്തഫ ആക്രമണം സ്ഥിരീകരിച്ച ശേഷം മാധ്യമങ്ങളെ അറിയിക്കുകയുണ്ടായി. എന്നാൽ അതേ ദിവസം ഏപ്രിൽ 28 തിങ്കളാഴ്ച IED എന്നറിയപ്പെടുന്ന ഇംപ്രൂവ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് പൊട്ടിത്തെറിച്ച് ബോണോ സ്റ്റേറ്റിലെ റാനിൽ നിന്നും ഗൊംബോരു ഖാലിയിലേക്ക് പോകുകയായിരുന്ന 2 വാഹനങ്ങൾ തകരുകയും 26ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഏപ്രിൽ 26 ശനിയാഴ്ച ബോണോ സ്റ്റേറ്റിൽ വെച്ചുതന്നെ ബോക്കോ ഹറാം ഇസ്ലാമിക് തീവ്രവാദികൾ 10ഓളം പൗരന്മാരെയും 2 സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കൊലപ്പെടുത്തുകയുണ്ടായി. അതേ ദിവസം അദ്മാവ സ്റ്റേറ്റിൽ ഇതേ ഭീകരവാദ സംഘടനയുടെ ആക്രമണത്താൽ കോപ്രെ ഗ്രാമത്തിൽ 10ഓളം പേർ കൊല്ലപ്പെടുകയും മറ്റു പലർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജമാഅത്ത് അല്ലീസ് സുന്ന ലിദ്വാവത്തി വാൽ ജിഹാദ് എന്നറിയപ്പെടുന്ന ബോക്കോ ഹറാം ടെററിസ്റ്റ് ഗ്രൂപ്പ് നൈജീരിയയിലെങ്ങും ശരിയത്ത് നിയമം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുവാൻ മത്സരിക്കുന്നവരാണ്. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഈസ് ഫോർബിഡൻ ഓർ വെസ്റ്റേൺ സിവിലൈസേഷൻ ഈസ് ഫോർബിഡൻ. പാശ്ചാത്യ വിദ്യാഭ്യാസം നിരോധിക്കണം അഥവാ പാശ്ചാത്യ സംസ്കാരത്തിന് വിലക്കേർപ്പെടുത്തണം എന്നാണ് ബോക്കോ ഹറാം എന്ന വാക്കിനർത്ഥം. 2016-ലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസ് എന്ന സംഘടന നൈജീരിയയിൽ ആരംഭിച്ചത്. 2025-ലെ ഓപ്പൺ ഡോർ വേൾഡ് വാച്ച് ലിസ്റ്റിൽ നൈജീരിയ ക്രൈസ്തവർക്ക് ഭൂമിയിലെ ഏറ്റവും ആപൽക്കരമായ രാജ്യമാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വാച്ച് ലിസ്റ്റിലെ റിപ്പോർട്ടിംഗ് കാലഘട്ടത്തിൽ 4476ഓളം ക്രൈസ്തവർ ലോകമെങ്ങും കൊല ചെയ്യപ്പെട്ടിരുന്നു. അതിൽ 3100ഓളം ക്രിസ്ത്യാനികൾ, ഏകദേശം 69% പേർ നൈജീരിയക്കാരാണ്. വേൾഡ് വാച്ച് ലിസ്റ്റ് പ്രകാരം രാജ്യത്തിൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ അതിന്റെ ഉച്ചകോടിയിലാണെന്ന് കണ്ടെത്തിയിരുന്നു. 2025-ലെ കണക്ക് പ്രകാരം ക്രൈസ്തവർക്ക് ജീവിക്കുവാൻ ആപൽക്കരമായ രാജ്യങ്ങളിൽ 7-ാം സ്ഥാനത്താണ് നൈജീരിയ. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.